കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളുടെ പ്രോസിക്യൂഷന് സിബിഐക്ക് അനുമതി നൽകിയതായി ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾക്കും കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കും ഒടുവിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ 2 ദിവസം അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. ഇതോടെ ചന്ദ്രശേഖരനടക്കമുള്ള പ്രതികൾ ഈ കേസിൽ വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലൊന്നാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന തട്ടിപ്പുകൾ. ഏറെ വിവാദങ്ങൾക്കും കാലതാമസത്തിനും ഒടുവിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി ലഭിക്കുന്നത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ കൂടിയായ ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷ് എന്നിവരെ വിചാരണ ചെയ്യാൻ സിബിഐ അനുമതി തേടിയത് 2020-ലാണ്. 6ാം വർഷമാണ് അനുമതി ലഭിക്കുന്നത്. അതും ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ അനുമതി നൽകുന്നത്. കഴിഞ്ഞ 5 വർഷം പ്രോസിക്യൂഷന് പിണറായി സർക്കാർ അനുമതി നൽകിയില്ല. സർക്കാർ മാറി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തി. തുടർന്നാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ 2 ദിവസം അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കും. ഇതോടെ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികൾ വിചാരണ നേരിടേണ്ടി വരും. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസ്? വിദേശത്ത് നിന്ന് ഗുണനിലവാരമുള്ള തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച കശുവണ്ടി നാട്ടിലും വിദേശത്തും വിപണനം ചെയ്യാനായി 1969-ൽ തുടങ്ങിയ കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആദ്യകാലം മുതൽ വെള്ളാനയാണെന്നാണ് ആരോപണം. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനായി കശുവണ്ടി പരിപ്പ് വാങ്ങിയതിലും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസ്. ഈ കാലയളവിൽ 1400 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിലൂടെ കോർപ്പറേഷന് ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തി. ഇതിനു പുറമെ ടെൻഡർ നടപടികളിൽ അട്ടിമറി നടത്തുകയും സ്വകാര്യ വ്യക്തികൾക്ക് വഴിവിട്ട് കരാറുകൾ നൽകുകയും ചെയ്തു. അക്കാലത്ത് വിദേശത്ത് നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിച്ചത് JMJ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് മാത്രമായിരുന്നു. ഇതിനായി ചട്ടങ്ങൾ ലംഘിച്ചതായും ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ചതുമായുമാണ് കണ്ടെത്തൽ. കോർപ്പറേഷൻ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരൻ, മുൻ MD കെ എ രതീഷ്, JMJ ട്രേഡേഴ്സ് ഉടമ ജെയ്മോൻ ജോസഫ് എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയത് വിവിധ ഏജൻസികളാണ്. സംസ്ഥാന നിയമസഭാ സമിതി, സംസ്ഥാന ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, റിയാബ്, ഹൈക്കോടതി നിയമിച്ച എക്സ്പെർട്ട് കമ്മിറ്റിയും കേസ് അന്വേഷിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസും പിന്നീട് 2015-ൽ CBIയും കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ കോർപ്പറേഷന് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി കണ്ടെത്തുകയും 2020-ൽ CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് പക്ഷേ അനുമതി നിഷേധിച്ചു. CBI കുറ്റപത്രം നൽകിയ കേസിൽ R ചന്ദ്രശേഖരന് പിണറായി സർക്കാർ 3 തവണയാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പിണറായി വിജയൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചത്. 2020-ൽ ആദ്യം അനുമതി നിഷേധിച്ചപ്പോൾ CBI അപേക്ഷ പുനഃപരിശോധിച്ച് 3 മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കെ പ്രോസിക്യൂഷൻ അനുമതിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ഫയൽ നീങ്ങുകയും ചെയ്തെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥ ഇടപെടലിൽ വിചാരണ അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു. ഈ ഉത്തരവിനെതിരെ ചന്ദ്രശേഖരനും രതീഷും സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനുള്ള കാരണമില്ലെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. തുടർന്ന് ഹർജിക്കാരനായ കടകംപള്ളി മനോജ് കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി തുടർച്ചയായി നിഷേധിച്ചതോടെ കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കടന്നു. നേരിട്ട് ഹാജരായില്ലെങ്കിൽ കോടതിയിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് വരെ ഭീഷണി മുഴക്കി. ഒടുവിൽ ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി. താൻ ചുമതല ഒഴിഞ്ഞെന്നും നിലവിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണെന്നും മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചു. കോടതിയുടെ ശക്തമായ ഇടപെടലിലും സർക്കാർ മാറിയതിലും ഒടുവിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ദിവസം സർക്കാർ ഒപ്പിട്ടത്.
ഉത്തരവിന്റെ പകർപ്പ് നേരിട്ട് ഹാജരാക്കാൻ സാധിച്ചില്ലെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ദിവസത്തെ സാവകാശം വേണമെന്നുമാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. AGയുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് കോടതി ബുധനാഴ്ച കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാകുമ്പോൾ എന്താണ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എന്ന് കൂടി നോക്കാം. പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറയുന്നത്. വിചാരണയിൽ സത്യം തെളിയും. തട്ടിപ്പ് നടന്നതായി പറയുന്ന 10 വർഷത്തിൽ താൻ ചെയർമാനായത് 3 വർഷം മാത്രമാണ്. കോർപ്പറേഷനിലെ തീരുമാനങ്ങളെല്ലാം ബോർഡ് കൂട്ടായി എടുത്തതാണെന്നും അദ്ദേഹം പറയുന്നു. പരാതിക്കാരന് സ്വാർത്ഥ താൽപര്യമുണ്ടായിരിക്കാം എന്നും പറയുന്നു. പുതിയ യൂണിയൻ ഉണ്ടാക്കാനുള്ള നീക്കം തടഞ്ഞതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രോസിക്യൂഷൻ അനുമതി നൽകരുതെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിന് പിറകെ നടന്നിട്ടില്ല എന്നും ചന്ദ്രശേഖരൻ പറയുന്നു. ഒരു ട്രയൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് ഇന്നലെ എടുത്ത ഈ നടപടിയെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പോഴാണ് ഇതിനൊരു ശരിയായ ഷേപ്പിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യാറുണ്ടായിരിക്കാം. ചില ആളുകളൊക്കെ മോശമായി പെരുമാറാറുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, 17 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, അതിൻ്റെ കൂടി അന്തസ്സും അതിൻ്റെ കൂടി അഭിമാനവും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ 2008 മുതൽ ഇങ്ങോട്ട് 2026 വരെ ഈ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ആളുകളെ നമ്മൾ മഹത്വവൽക്കരിക്കും. എന്നെ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ INTUC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പരാതിക്കാരന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ 18 വർഷമായി തുടർന്ന് ഇങ്ങനെ പെറ്റീഷൻ കൊടുക്കാനുള്ള കാരണം? അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ എന്നതാണ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. അപ്പോൾ പരാതിക്കാരൻ പറയുന്നത് 18 വർഷത്തെ പോരാട്ടത്തിന്റെ വിജയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളതെന്നാണ് കടകംപള്ളി മനോജ്, കോൺഗ്രസുകാരൻ കൂടിയായ കടകംപള്ളി മനോജ് വ്യക്തമാക്കുന്നത്. തന്റെ വിശ്വാസത്തിന് ബലം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളതെന്നും കടകംപള്ളി മനോജ് പറയുന്നു. ചന്ദ്രശേഖരൻ INTUC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വിദേശത്ത് നിന്ന് ഗുണനിലവാരമുള്ള തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച് നാട്ടിലും വിദേശത്തും വിപണനം ചെയ്യാനായി തുടങ്ങിയ കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തെ മറയാക്കി നടന്ന വലിയ അഴിമതിയാണ്. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലായിരുന്നിട്ടും പിണറായി സർക്കാരിൽ നിന്ന് R ചന്ദ്രശേഖരന് ലഭിച്ച സംരക്ഷണം വലിയ വിവാദമായിരുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലാണ് ഒടുവിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ എത്തിച്ചിരിക്കുന്നത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചത് കേസിലെ നിർണായക വഴിത്തിരിവാണ്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇനി വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ഭരണ രാഷ്ട്രീയ സ്വാധീനങ്ങളെ അതിജീവിച്ചുള്ള ഈ ഇടപെടൽ പൊതുമുതൽ കൊള്ളയടിച്ചവർക്ക് തക്കതായ ശിക്ഷാ നടപടികൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.